അതൊരു തോൽവിയോ അല്ല. നീ കാണുന്ന ഏത് നല്ല കുടുംബത്തിലും അത്തരം തലകുനിക്കലുകളുണ്ട്. അടുത്ത് ചെല്ലുമ്പോഴേ അത് മനസ്സിലാവൂന്ന് മാത്രം. അച്ഛാ, ഞാൻ ഇന്നത്തെ ദിവസം വിവാഹ നിശ്ചയം എങ്ങനെ നടക്കുമെന്നല്ല, നിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്നാണ് എല്ലാവരുടെയും പേടി. എല്ലാവരും പേടിക്കുന്ന ഒരുത്തനായിട്ട്, എല്ലാവരും വെറുക്കുന്ന ഒരുത്തനായിട്ട് നിന്നെ കാണാൻ എനിക്ക് ഇഷ്ടമല്ലടാ. ഏത് വേദനയിലും നീ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്, ആത്മാർത്ഥതയുണ്ട്. അതിനെയാ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യുക, ഇന്നത്തെ ദിവസം നിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടാവരുത്, പ്ലീസ്. വിവാഹ നിശ്ചയം ഒരു നല്ല ചടങ്ങായിരിക്കണം, ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ദിവസം. മനസ്സിലായോ നിനക്ക്? സൂര്യ സാർ, ഇത്രയും നാള് സൂര്യ സാറ് സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചില്ലേ? ഒരാളുടെ അഭിപ്രായം പരിഗണിക്കാതെ. ഒരു ദിവസം, ഈ ഒരൊറ്റ ദിവസം യതീന്ദ്രൻ സാറിന്റെ മകനാവാൻ. ഞാൻ ഇത്രയും വാചകങ്ങളിൽ പറഞ്ഞത് നന്ദിനി ഒറ്റ വാചകത്തിൽ പറഞ്ഞു തീർത്തു. സൂര്യ, ഐ ബിലീവ് യു. ഇതിൽ കൂടുതൽ നിന്നോടൊന്നും എനിക്ക് പറയാനില്ല. സോറി അച്ഛാ. അച്ഛൻ പേടിക്കണ്ട, എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ സൈലന്റ് ആയിട്ട് നിന്നോളാം. പിന്നെ ആ സൈലൻസിനർത്ഥം ഞാൻ എല്ലാം അംഗീകരിക്കുന്നു എന്നല്ല. സ്റ്റിൽ എനിക്ക് അവനെക്കുറിച്ച് ചില ആശങ്കകളുണ്ട്. പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പ്രാക്ടിക്കലാവും, പോരെ? താങ്ക് യു മോളെ. നിങ്ങൾ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. പാവം, അച്ഛനൊന്ന് തളർന്നു പോയാ ഞാൻ തോറ്റുപോകും. അപ്പൊ എന്നാ ഞാൻ സൈലന്റ് ആവാം, അല്ലടോ? ആ, അച്ഛൻ എന്നോട് സംസാരിക്കാൻ വന്നതിൽ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? അത് കാരണം താൻ എന്നോട് മിണ്ടിയല്ലോ, വഴക്ക് അവസാനിപ്പിച്ചല്ലോ. അത് മിണ്ടിക്കഴിഞ്ഞ് എന്തോന്ന് സ്ലേറ്റ്, അത് കളാ. നമ്മുടെ വഴക്ക് യതിസാർ അറിയാതിരിക്കാൻ വേണ്ടിയാ മിണ്ടിയത്. പോയി കുളിച്ചിട്ട് വാ. എടോ, ഞാൻ എന്തൊരു കഷ്ടമായത്. എന്തൊരു വെയിൽ. സാധനങ്ങളെല്ലാം വാങ്ങിച്ചോ? അയ്യോ, ഇത് ഇത് ഇവിടെയും. അയ്യോ, അയ്യോ, ഇതിവിടെ വയ്ക്കുന്നതിന് വേണ്ടിയാണ്
നന്ദിനി മോളെയും സൂര്യ സാറിന്റെ ഫോട്ടോ കുത്തിക്കീറി കളഞ്ഞത്? എന്ത് ദുഷ്ടതരമാണ് അവർ കാണിക്കുന്നത്? രാജേട്ടാ, ഇത് എന്ത് വാങ്ങിക്കാനാ രാവിലെ പോയത്? അത് മോളെ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. ഇനിയിപ്പൊ എന്തിനാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയത്? കുറച്ചു കഴിഞ്ഞാ എല്ലാരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് പോവല്ലേ? നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടെയല്ലേ നടക്കുന്നത്? നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നടക്കുന്നത്. പക്ഷെ അത് നടക്കുമെന്നുള്ള കാര്യം കണ്ടറിയണം മോളെ.